ജനമനസ്സറിയാനായി ന്യൂസ് 18ന്റെ വോട്ടോട്ടം അത് ഇന്ന് ആരംഭിച്ചു. കനത്ത പോരാട്ട ചൂടിലാണ് കൊല്ലം. ഇതിനകം പുറത്തു വന്ന അഭിപ്രായ സർവേകളിലെല്ലാം കൊല്ലത്തെ രാഷ്ട്രീയ പോര് അത് വ്യക്തവുമാണ്. വോട്ടോട്ടം കൊല്ലം ജില്ലയിലാണുള്ളത്. MG മിഥുനാണ് ഈ വോട്ടോട്ടത്തെ നയിക്കുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. രാവിലെ നീണ്ടകരയിൽ മിഥുൻ എത്തിയിരുന്നു. ഇപ്പോൾ എവിടെയാണുള്ളത്? എങ്ങനെയാണ് കൊല്ലത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം തെരഞ്ഞെടുപ്പ് കാലത്ത്? ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ടൗൺ ഭാഗത്താണുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പര്യടനം തുടരുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. ഒപ്പം തന്നെ നമുക്കറിയാം തുടക്കത്തിലെ ഒരു ഈസി വാക്ക് ഓവർ NK പ്രേമചന്ദ്രൻ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു ചിത്രം തന്നെയായിരുന്നു നമുക്ക് കൊല്ലത്തെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടുതൽ അടുക്കുകയും ഒപ്പം തന്നെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ശക്തമായ പോരാട്ടം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് ഇവിടെ വ്യക്തമാകുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ചിത്രം തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളും അത് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു ഈസി വാക്ക് ഓവർ കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ള 1,48,960 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകില്ല, അത് മറികടക്കുമെന്നുള്ള ഒരു അവകാശവാദം RSP നേതാക്കളും ഒപ്പം തന്നെ UDF പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് കൊല്ലത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ മത്സരം മുകേഷ് കാഴ്ചവെക്കുമെന്നുള്ള ഒരു കാര്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്കറിയാം നേരത്തെ തന്നെ ഈ ഒരു NK പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യം തന്നെയാണ്. ഒരു അപ്രതീക്ഷിതമായി തന്നെയായിരുന്നു മുകേഷിനെ, അതായത് കൊല്ലം നിയമസഭാ സാമാജികൻ കൂടിയായിട്ടുള്ള മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കൊണ്ടുവരാൻ നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തത്. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രചരണം തുടക്കമിടാൻ ആദ്യം സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ LDF സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്കറിയാം കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശക്തമായ LDF-ന് അതായത് ഇടതു പാർട്ടികൾക്ക് കൂടുതൽ അടിത്തറയുള്ള ഒരു പ്രദേശം കൂടിയാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അതിൽ 13 മണ്ഡലങ്ങളുണ്ട്. 7 മണ്ഡലങ്ങളാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത്. 7 മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ് വിജയിച്ചിട്ടുള്ളത്. ഒരിടത്ത് മാത്രം കുണ്ടറ ഒഴികെ മറ്റെല്ലായിടത്തും തന്നെ പുല്ലൂർ മുതൽ ചവറ വരെ ശക്തമായ അടിത്തറയുണ്ടാക്കാൻ LDF സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചവറയിൽ നമുക്കറിയാം RSPയുടെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. അവിടെ കഴിഞ്ഞ 2 തവണയായിട്ട് അവിടെ RSPക്ക് വിജയിക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ 2019 വലിയ ഒരു തരംഗമുണ്ടായിരുന്നു, UDFന്റെ ഒരു തരംഗമുണ്ടായിരുന്നു. അതിലാണ് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ UDFന് സാധിച്ചെന്നുള്ളൊരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പ്രധാനമായും LDF നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തവണ ആ രീതിയിലായിരിക്കില്ല. ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കും. ഒരുപക്ഷെ ഒരു വലിയ രീതിയിലുള്ള വിജയം നേടാൻ തന്നെ LDFന് സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നേതൃത്വത്തിനുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണത്തെ അത്രയും ഭൂരിപക്ഷം പിടിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അഭിപ്രായ സർവേകൾ പറയുന്നതനുസരിച്ച് UDFന് അനുകൂലമായിട്ടുള്ളൊരു വോട്ടിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകും. അത്തരത്തിലൊരു നില ഇത്തവണ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഭൂരിപക്ഷം കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണ് എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നത്. മറ്റൊന്ന് കൃഷ്ണകുമാർ ജി ഈ NDA സ്ഥാനാർത്ഥിയായി വളരെ വൈകിയാണ് പ്രഖ്യാപനങ്ങൾ വരികയും ചെയ്യുന്നത്. അവസാന ഘട്ടത്തിലായിരുന്നു കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത്. ഒടുവിൽ സിനിമാ താരം കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർ ജി അദ്ദേഹത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കൊല്ലത്തേക്ക് അയക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം പറയുന്നത് മോദി ഗ്യാരണ്ടി അത് ഉയർത്തിക്കൊണ്ട് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും. അക്കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അതിനുശേഷം പിന്നീടുള്ള ചില കാര്യങ്ങളിൽ, അതായത് അവിടുത്തെ മേൽപ്പാലത്തിലൊക്കെ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെയും ഉണ്ടാകും. ആ മോദി ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ വോട്ട് വിഹിതം നേടാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും BJP നേതൃത്വത്തിനുണ്ട്, NDA നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കൃഷ്ണകുമാറിന് സാധിക്കുമെന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണയെ അപേക്ഷിച്ച് ഇത്തവണ വോട്ട് ശതമാനത്തിൽ കൂടുതൽ ഹൈക്കുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെ ഒരു പ്രതീക്ഷയാണ് അവിടെ വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. അത് UDFന്റെ വോട്ടിൽ അല്ലെങ്കിൽ വോട്ട് ശതമാനത്തെ കൂടുതൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും LDFന് പരമ്പരാഗതമായി കിട്ടാറുള്ള ആ വോട്ടുകൾ ഇത്തവണയും ലഭ്യമാകും. അത് കഴിഞ്ഞ തവണ പോയതിനേക്കാൾ കൂടുതൽ അധികമായി ഇത്തവണ തിരികെ LDF ക്യാമ്പിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും നിലവിലെ ചിത്രം അനുസരിച്ച് നമുക്കൊരു ഈ വോട്ടോട്ടം പോകുന്ന
മേഖലയിലും അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നേരത്തെ എഴുതോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നീണ്ടകര ഹാർബറിൽ പോവുകയും ചെയ്യുന്നു. അവിടെ ജനപ്രതിനിധികൾക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു, ഉയരുകയും ചെയ്യുന്നു. പക്ഷേ NK പ്രേമചന്ദ്രന്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ലൊരു നേതാവാണ്, അദ്ദേഹം കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നുള്ള കാര്യവും അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വിമർശിക്കുമ്പോൾ കൂടെയും NK പ്രേമചന്ദ്രനൊപ്പം നിൽക്കാനും അവർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്. M യുഗേഷിനെയും ഒപ്പം തന്നെ കൃഷ്ണകുമാർ ജിയയുടെ സ്ഥാനാർത്ഥിത്വം പോലും അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. അത്തരത്തിൽ അവർക്ക് അറിയാനുള്ള ഒരു സാഹചര്യമില്ല. അതായത് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ നെട്ടോട്ടം ഓടുകയാണ്. ചില അന്നുള്ള അന്നം കഴിക്കുന്നതിന് വേണ്ടി ആ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും കനത്തൊരു പോരാട്ടം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മിഥുൻ കൊല്ലം ജില്ലയിലാണുള്ളത്. വോട്ടോട്ടം കൊല്ലം ജില്ലയിലുണ്ട്. അവിടെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു വേദി ഒരുക്കുകയാണ് വോട്ടോട്ടം.